ഇത് പുതിയതായിട്ട് വന്ന ഡിസ്പ്ലേ ഫ്രെയിമിൻ്റെ മുകളിൽ നിന്ന് ഊരാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടൂളാണ്. ഈ ഐഫോൺ സീരീസിൽ വരുന്ന ഈ കുറച്ച് ബുദ്ധിമുട്ടാണ് ഡിസ്പ്ലേ ഒന്ന് പൊന്തിക്കാൻ. സ്ക്രൂ വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഹീറ്റ് ചെയ്തിട്ട്, അപ്പോൾ അതിന് വേണ്ടിയിട്ട് വന്നൊരു പുതിയതായിട്ട് വന്നൊരു ക്ലിപ്പ് മാതിരി ഒരു ടൂളാണ്. കുറേ എൻക്വയറി ഉള്ളൊരു മോഡലായിരുന്നു. ഇപ്പോൾ അതിൻ്റെ ശേഷമാണ് പോയി. ഇതിൻ്റെ മുന്നേ വന്ന മോഡലൊക്കെ വലിയൊരു സക്സസ് അല്ലായിരുന്നു. പല മോഡലും പല സാധനങ്ങളും വന്നിരുന്നു വലിയ വലിയ റേറ്റിൽ 5000-6000 പക്ഷെ അതൊന്നും വിചാരിച്ച മാതിരി സക്സസ് ആയിട്ടില്ല. കാരണം വെച്ചത് ചൂടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ എയറിൻ്റെ മുകളിൽ പിടിച്ച് നിൽക്കുന്ന ക്ലിപ്പ് അതിൻ്റെ മുകളിൽ നിൽക്കില്ല, പെട്ടെന്ന് ഇങ്ങോട്ട് വരും. പിന്നെ അതേമാതിരി തന്നെ ഗ്ലാസ് പൊട്ടിയതിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ടാപ്പോ അങ്ങനെ എന്തെങ്കിലും ഒട്ടിച്ചതിന് ശേഷം വേണം നിൽക്കാൻ, അല്ലെങ്കിലോ അത് എയർ സൈഡിൽ കൂടെ പോയിട്ട് നിൽക്കാതെ വരും. അപ്പോൾ അതൊക്കെ അന്ന് വലിയ റേറ്റാണ്. ഇതിപ്പോൾ ഏകദേശം ചെറിയ റേറ്റേ വരുന്നേ ഉള്ളൂ. സൺഷൈനായിട്ട് പുതിയതായിട്ട് ഇറക്കുക. പിന്നെ 2 സൈഡിൽ വരുന്ന ഫോൺ സ്ക്രാച്ച് ആവാതിരിക്കാൻ റബ്ബറിൻ്റെ ഒരു ബുഷുമായ സാധനമുണ്ട്. ആ വൈറ്റ് വരുന്നുണ്ടല്ലോ 2 ഭാഗത്ത്. അപ്പോൾ അതിനെക്കൊണ്ട് ആ ഫ്രെയിം സ്ക്രാച്ച് ആവില്ല. ഇതിൻ്റെ മുന്നേ വന്നതൊക്കെ ആ ഫ്രെയിം ചിലത് സ്ക്രാച്ച് ആവേനും മറ്റേ ആ റബ്ബറിൻ്റെ ബുഷായിട്ടൊന്നും അങ്ങനെ വന്നിട്ടില്ല. പിന്നെ അപ്പോൾ അതിൻ്റെ വീഡിയോസാണ് ഇപ്പോൾ ഒന്ന് ചെയ്യുന്നത്. മോഡൽ നമ്പർ വരുന്നത് SS601G എന്നാണ്. സൺഷൈൻ അതിനെ കൊണ്ട് പിന്നെ ബാക്കിയുള്ളതിനെക്കാട്ടിയും കുറച്ച് കൂടി ക്വാളിറ്റി ഉണ്ടാവും എന്തായാലും. ചില മോഡലൊന്നും ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു വസ്തുവിനും പറ്റാത്ത സാധനങ്ങളുണ്ട്.